ഭീകരാക്രമണ കേസിലെ പ്രതിയും പാകിസ്ഥാൻ വംശജനുമായ കനേഡിയൻ പൗരൻ തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് എത്തിയതോടെ പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നീക്കം നടത്തുമോ എന്ന ആശങ്കയിലാണ് നിലവിൽ പാക് ഭരണകൂടമുള്ളത്. ഇന്ത്യയുടെ മനസ്സിലേറ്റ ആഴത്തിലുള്ള മുറിവ് ഉണക്കാനും പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കാനും ഈ അവസരം ഇന്ത്യ ഉപയോഗിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുമായി ലോകരാജ്യങ്ങൾക്കുള്ള അടുത്ത ബന്ധവും ഇന്ത്യ അത്തരമൊരു നീക്കം നടത്തിയാൽ ഗുണകരമായി മാറ്റാൻ കഴിയും. അമേരിക്ക, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ വൻ ശക്തികളുമായും അറബ് രാജ്യങ്ങളുമായും മുൻകാലങ്ങളെക്കാൾ അടുത്ത ബന്ധമാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ അടുത്ത ബന്ധമാണ് തഹാവൂർ റാണയെ വിട്ടുനൽകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിച്ചിരുന്നത്. ഇതോടെ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ നീക്കം നടത്തുന്ന സിഖ് വിഘടനവാദികൾക്കും വലിയ ഭയപ്പാടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവരെയും ഇന്ത്യക്ക് കൈമാറുമെന്ന അഭ്യൂഹവും പരക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര നീക്കത്തിന്റെ വിജയമാണ് ഇത്. അമേരിക്കൻ ജയിലിൽ നിന്നും റാണയെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് എത്തിച്ച സംഭവത്തെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതുപോലെയാണ് വിലയിരുത്തുന്നത്. ഭീകരവാദ കേസിൽ 2009 ചിക്കാഗോയിൽ അറസ്റ്റിലായ റാണ അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹെഡ്ലി ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിന് മുംബൈയിലേക്ക് എത്തിയിരുന്നു. അന്ന് ഹെഡ്ലിക്ക് വിസ സംഘടിപ്പിച്ചു നൽകിയത് റാണയുടെ സ്ഥാപനമാണ്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇങ്ങനെയായിരുന്നു അന്ന് കണ്ടെത്തിയിരുന്നത്. 2009 അമേരിക്കയിൽ പിടിയിലായ റാണയെ 2013 14 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു. എന്നാൽ കോവിഡ് കാല മാനുഷിക പരിഗണന വെച്ച് ശിക്ഷ 7 വർഷം കഴിഞ്ഞപ്പോൾ വിട്ടയക്കാൻ ഉത്തരവായി. ഇതിനെതിരെ കുറ്റവാളി കൈമാറ്റത്തിനായി 1997 ഇന്ത്യ അമേരിക്ക കരാർ ചൂണ്ടിക്കാട്ടി NIA ഹർജി നൽകിയതോടെയാണ് റാണയുടെ മോചനത്തിനുള്ള വഴി അടഞ്ഞിരുന്നത്.